അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഹോണ്ടacity ടൈപ്പ് 1 ആണ്. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ മിസ്റ്റേക്കും കംപ്ലൈൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടാണ് പണിയെടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ പമ്പ് ലീക്കായി. അപ്പോൾ അതിൻ്റെ പണിയെടുക്കാൻ കൊണ്ടിട്ടാണ്. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പണി ഉണ്ടായിരുന്നു, അത് എടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൽ എഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഒരു ഓറിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലീക്കായി. അപ്പോൾ ഞങ്ങൾ കുറേ അന്വേഷിച്ചു, എവിടെയും കിട്ടാനില്ല. അപ്പോൾ തൽക്കാലം അതിന് സ്യൂട്ടാവുന്ന കുറച്ച് തപ്പി നോക്കി. അങ്ങനെയാണ് നമുക്ക് സ്യൂട്ടാവുന്ന ഓറിങ് ഉണ്ടോയെന്ന് നോക്കി. അപ്പോൾ നമുക്ക് എഫ്സിൻ്റെ ഒരു ഓറിങ് കിട്ടി. എഫ്സിൻ്റെ കാലിപ്പറിൽ വരുന്ന ഓറിങ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് എഫ്സിയുടെ കാലിപ്പറിലുള്ള ഓറിങ് ആണ്. ഇത് ഏകദേശം കറക്റ്റ് മാച്ചാണ് ഇതിന്. അപ്പോൾ ഇത് ജസ്റ്റ് തൽക്കാലം വെച്ചിട്ടാണുള്ളത്. അത്യാവശ്യം നല്ലോണം ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിട്ടിപ്പോൾ ഓയിൽ ലീക്കൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം. ഞങ്ങൾ ഇപ്പോൾ ഇട്ടിട്ട് ഒരാഴ്ചയായി, കുറച്ച് ഓട്ടോ ഒക്കെ കഴിഞ്ഞു, എന്നിട്ടും ലീക്കൊന്നുമില്ല. ഈ അടിയിലൊക്കെ കുറച്ച് കാണുന്നുണ്ട്, അത് ആദ്യം ലീക്കായതാണ്. എന്നിട്ട് അത്യാവശ്യം ഒന്ന് പ്രഷർ വാഷ് ചെയ്തു, എന്നിട്ടും പോയില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിന് നല്ലോണം ഓയിൽ ലീക്ക് വന്നു. അതായത് പമ്പും പുള്ളിയും കണക്റ്റാകുന്നൊരു ഭാഗമില്ലേ, ഇവിടെ ബെൽറ്റ് വന്ന് കണക്റ്റാണ്, ഇവിടെയുള്ള പുള്ളീൻ്റെ ആ ഷാഫ്റ്റിൻ്റെ അടുക്കാണ് ഓയിൽ ലീക്ക് വന്നു. അപ്പോൾ അത് ഇനി ചേഞ്ച് ചെയ്യണം, അതിൻ്റെ ഓയിൽ സീൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ പമ്പ് കഴിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വൈപ്പർ മോട്ടറിൻ്റെ വൈൻഡിങ്ങും കത്തിപ്പോയി. പിന്നെ ഇതിൽ പറയാന്ന് വെച്ചാൽ ക്യാൻറ്റനിൻ്റെ ഒരു കോൾഡയർ ഇൻടേക്കുണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഹെഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയാൽ ഇതാണ് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് വരുന്നത്. ഈ ഒരു ഷാഫ്റ്റിൻ്റെ ബാക്കിൽ, അതായത് ഈ ഒരു ബെയറിംഗ് ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഓയിൽ സീൽ വരുന്നത്. ഇത് ലീക്കായി. ആ ഒരു ഓയിൽ സീൽ ലീക്കായിട്ട് ഇതിലെ കൂടി ഓയിൽ പുറത്ത് വന്ന് നേരെ താഴെയുള്ള AC-യുടെ ഫാനും അങ്ങനത്തെ കാര്യങ്ങൾ, AC-യുടെ ഫാനല്ല, AC-യുടെ ബെൽറ്റിനൊക്കെ വന്ന് ആകാൻ തുടങ്ങി. അങ്ങനെ AC സ്ലിപ്പാകാൻ തുടങ്ങി, AC കിട്ടാണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ വൈപ്പർ മോട്ടറിൻ്റെ അവസ്ഥ ഇങ്ങനെയാണുള്ളത്. ഫുള്ള് കരിഞ്ഞു പോയി. അതായത് കാലപ്പഴക്കം കൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റ് ആ ഒരു കേസിങ് ഒന്ന് പൊളിഞ്ഞ് താഴെ വീണു, ഇതിന്മേൽ ഒട്ടിപ്പിടിച്ചു. അങ്ങനെ നിന്നിട്ട് വൈപ്പർ ഓണാക്കി ഇട്ടതുകൊണ്ടായിരിക്കും തോന്നുന്നു ഇത് മൊത്തമായിട്ട് കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ളൊരു ഏട്ടൻ പറഞ്ഞു കുറച്ച് പണിയാണ്, ഇത് സെക്കൻഡ് ഹാൻഡ് കിട്ടാനുണ്ടാവും, അങ്ങനെയൊന്ന് നോക്കി നോക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ പറയുക വെച്ചാൽ ഇതിപ്പം കാലിക്കറ്റ് ചെന്ന് നോക്കണം, രണ്ടും സെറ്റാക്കാൻ പറ്റുമോ നോക്കണം. ഇതിൻ്റെ മൊത്തമായിട്ടുള്ള പാക്കിങ് ഒന്ന് മാറിക്കളയാന്ന് വെച്ചു. അതേപോലെ തന്നെ ഇതിൻ്റെ ഓറിങ്ങും ഈ ഓയിൽ സീൽ, അതായത് ഓറിങ് അല്ല ഓയിൽ സീലാണ് ഈ ഭാഗത്ത് വരുന്നത്, അതുകൂടെ ഒന്ന് മാറണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്താണ്. പിന്നെ ഇതിൻ്റെ ഓറിങ് മാറുന്ന പണിയെടുക്കുന്ന വീഡിയോ പറ്റുമെങ്കിൽ ഞാനിടാം. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അധികം കണ്ടില്ല. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കാര്യം വെച്ചാലും അധികം വീഡിയോ ഒന്നും ഇല്ല. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റില്ല. അഥവാ ഇനി കാലിക്കറ്റ് ചെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും, ഇപ്പോൾ ഉള്ള എഫ്സിൻ്റെ മാറ്റിയിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ പറ്റുമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് പോയിട്ട് സാധനം കിട്ടുമോ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഓയിൽ സീലൊക്കെ കാലിക്കറ്റ് പോയി എടുത്തു. ഏകദേശം അതിന് സ്യൂട്ടാകുന്ന ഒരു ഓറിങ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ക്ലിയർ ആവുമെന്നറിയില്ല. അപ്പോൾ ഇതാണ് ഓറിങ് 50 20 32 6. അപ്പോൾ ഇതിന് സ്റ്റോക്കായിട്ട് വരുന്നത് 8 ആണ്. അപ്പോൾ 8 mm ആണ് തിക്നെസ് വരുന്നത്. ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 6 mm ആണ്. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്യൂട്ടാക്കി നോക്കണം പറ്റുമെന്ന്. അപ്പോൾ ഇത് ആക്സസിൻ്റെ ഗിയർ ബോക്സിൽ വരുന്ന ഓയിൽ സീലാണ്. അപ്പോൾ ഇതാണ് ഇതിൽ ഇടാൻ പോകുന്നത്. നമുക്ക് നോക്കിയൊക്കെ ഇട്ടിട്ട് കിട്ടുമെന്ന്, എന്താ അവസ്ഥ എന്നറിയില്ല. അതേപോലെ തന്നെ ഈ ഒരു ഈ ബെയറിങ്ങിന് ചെറിയൊരു ആട്ടമുണ്ട്. അപ്പോൾ ഇത് കൂടി മാറ്റിക്കളയാന്ന് വെച്ചു. അപ്പോൾ SKFൻ്റെ ബെയറിങ്ങാണ് ഇപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. SKF അത്യാവശ്യം നല്ല ബെയറിങ് തന്നെയാണ്. അപ്പോൾ ഇതിന്മേൽ വരുന്നത് ജാപ്പാൻ്റെ ഒറിജിനൽ സാധനം തന്നെ. ഇതിന്മേൽ ടാഗൊക്കെ കാണാൻ പറ്റും. ഇവിടെ ജപ്പാൻ എന്ന് പറഞ്ഞ ടാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓയിൽ പമ്പിൻ്റെ ഓയിൽ സീൽ മാറ്റുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം, അതുമാത്രം കറക്റ്റാക്കിയിട്ട്. അതേപോലെ തന്നെ കൊട്ടയിൽ പോയപ്പോൾ ഒരു വൈപ്പർ മോട്ടർ കൂടെ ഇങ്ങ് മേടിച്ചു സെക്കൻഡ് ഹാൻഡ്. അതേപോലെ തന്നെ ഇതിന് സ്യൂട്ടാകുന്നൊരു മിററും മേടിച്ചു. ഇത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ
ഇലക്ട്രിക് മിററാണ് വരുന്നത്. അപ്പോൾ ഇതിന്മേലുള്ളത് സ്റ്റോക്ക് മിറർ ഇലക്ട്രിക് അല്ല. അപ്പോൾ ജസ്റ്റ് ഇലക്ട്രിക് കയറ്റി നോക്കാമെന്ന് വെച്ചു. അതേപോലെ തന്നെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്പോൾ വണ്ടിയുടെ ഒരു അവസ്ഥയുള്ളത്, മൊത്തം അയച്ചിട്ടിട്ടാണുള്ളത്. അതേപോലെ തന്നെ ഈ സ്പീക്കറൊക്കെ ഒന്ന് സർവീസ് ചെയ്തെടുക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീക്കർ തന്നെയാണ്, മലേഷ്യൻ സാധനമാണ്, ഇതിൽ വരുന്ന സ്റ്റോക്ക് സാധനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മാക്സിമം വൃത്തിക്ക് എടുക്കാൻ നോക്കാം പണിയെടുക്കുന്നത്. ഏകദേശം സിവിക്കിൻ്റെയും പമ്പ് ഏകദേശം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതിലുള്ള ബാക്കി ഓയിൽസിലും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ നമുക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ പമ്പ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം. പിന്നെ ഫിക്സ് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഓയിൽ സീൽ മാറ്റിയിട്ട് ഇത് വണ്ടിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ പമ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പമ്പിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പാക്കിങ്ങിലായിട്ട് അനാബോണ്ട് തേച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഒന്ന് സെറ്റാകാൻ കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വൈപ്പർ മോട്ടർ ഇവിടെ സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുവിധം ഓക്കെയാണ് വർക്കിങ്. അപ്പോൾ വൈപ്പർ മോട്ടർ ഓക്കെയാണ് വർക്കിങ്. അപ്പോൾ നമ്മൾ വൈപ്പർ മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ള താമൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒരു കാറ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ റീച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അടുത്തൊരു ബാക്കിയുള്ള വീഡിയോകൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.